സംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇന്ന് കൊച്ചിയിൽ നടക്കും. പ്രസിഡന്റായി മോഹൻലാൽ 3ാം തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതേസമയം ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരമാണ് നടക്കുക. 2018 വാർഷിക പൊതുയോഗത്തിലാണ് മോഹൻലാൽ ആദ്യമായി അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 2021 നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിലും മോഹൻലാൽ എതിരില്ലാതെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 വർഷങ്ങൾക്കിപ്പുറം ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോഹൻലാൽ സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ഇത്തവണയും മോഹൻലാലിന് ആരും എതിരുണ്ടായിരുന്നില്ല. ഞായറാഴ്ച നടക്കുന്ന ജനറൽ ബോഡിയിൽ മോഹൻലാൽ വീണ്ടും ഔദ്യോഗികമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടും. അതേസമയം വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 3 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാളായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. 2 വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. മത്സരരംഗത്തുള്ള ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരിൽ 2 പേർ വൈസ് പ്രസിഡന്റുമാരാകും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരും മത്സരിക്കുന്നുണ്ട്. എന്നാൽ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം 11-അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേർ മത്സരിക്കുന്നുണ്ട്. വോട്ടിംഗ് അവകാശമുള്ള 506 പേരാണ് അമ്മയിൽ അംഗങ്ങളായുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.